ശ്രീ ധന്യ രാജേന്ദ്രൻ ചേരുകയാണ്. ശ്രീ ധന്യ രാജേന്ദ്രൻ, ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വായിച്ചു കാണുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അതിൽ അതിജീവിത പറയുന്നു, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്ന തിരിച്ചറിവ് നൽകിയിരിക്കുകയാണ് ഈ കോടതി വിധിയിലൂടെ എന്ന് വലിയ നിരാശ പ്രകടിപ്പിക്കുകയാണ് അതിജീവിത. അതിന് അങ്ങനെ ഒരുപാട് കാരണങ്ങളും അതിജീവിത ഇക്കാര്യത്തിൽ നിരത്തുന്നുണ്ട്. ഇത്രയൊക്കെ ഗൗരവതരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കോടതി വിധി വരുന്നത്, 4 പേരെ വെറുതെ വിടുന്നത്. ഇപ്പോൾ മേൽക്കോടതിയിൽ നിന്നൊരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് കാണുന്നത് ഈ അതിജീവിതയുടെ പ്രതികരണത്തെ നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിജീവിത പറയുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് വായിക്കാം. ഐ റിക്വസ്റ്റഡ് ദ കോർട്ട് ടു കണ്ടക്ട് ദ പ്രൊസീഡിംഗ്സ് ഇൻ an open court so that the public and the media could be present and see for themselves what was happening. This request was denied. ഇന്ത്യയിൽ സെക്ഷൽ വയലൻസ് കേസുകൾ ഇൻ ക്യാമറ ട്രയൽ ആണ് സാധാരണ നടത്തുക. അതായത് ഒരു വിക്ടിമിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻ ക്യാമറ ട്രയൽ നടത്തുന്നത്. ഈ കേസിൽ അതിജീവിത പറഞ്ഞു, എനിക്ക് ഇൻ ക്യാമറ ട്രയൽ വേണ്ട, ഇൻ ക്യാമറ ട്രയൽ വേണം എന്ന് പെറ്റീഷൻ കൊടുത്ത് അക്യൂസ് നമ്പർ 8 ആണ്. അതായത് ഈ ട്രയൽ എല്ലാവരും കാണണം, ഈ ട്രയൽ എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവരും അറിയണം എന്ന് ആദ്യം മുതൽ തന്നെ ഈ സർവൈവർ വിചാരിച്ചെന്നാണ്. അതുണ്ടായിരുന്നില്ല. ഇത് വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അവരുടെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് അവർ രേഖപ്പെടുത്തുകയാണ്. ആ ഡിസപ്പോയിന്റ്മെന്റിനൊപ്പം തന്നെ അവർ വളരെ ശക്തമായി പറയുന്നത്, ഒരു സർവൈവറിനെ ഏത് രീതിയിലാണ് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് ഈ കേരളത്തിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര തരം ഈ യൂട്യൂബേഴ്സും അവരും ഇവരൊക്കെ എന്തൊക്കെ വീഡിയോസും എന്തൊക്കെയാണ് ഈ സർവൈവറെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ് ഇടുന്നത്. അപ്പൊ ഇത് കേരളം കാണേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാലം അവൾക്കൊപ്പം എന്ന് പറഞ്ഞ കേരളം ഇപ്പൊ അവൾക്കൊപ്പം അല്ലേ? അതുപോലെ തന്നെ ധന്യ, ഇക്കാര്യത്തിൽ അതിജീവിതം ഉന്നയിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഓപ്പൺ കോർട്ടിൽ കേൾക്കണം എന്നതിനൊപ്പം തന്നെ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതുണ്ടായില്ല. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ കത്ത് നൽകി, എന്നിട്ടും ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഈ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതുപോലും ആവർത്തിച്ച് ആവശ്യപ്പെട്ട ശേഷമാണ് നൽകിയത്. അതായത് അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു ഇടപെടലും ഈ വിചാരണ വേളയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതാണ് അതിജീവിത പറയുന്നത്. നോക്കൂ, ഇത് 1500 പേജിന്റെ ജഡ്ജ്മെന്റ് ആണ്. ഇതിൽ ഏകദേശം കുറെയൊക്കെ ഒരുവിധം മുഴുവൻ വായിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഇതിൽ എത്രയോ കാര്യങ്ങളിൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ തികച്ചും ശരിയല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് അബാദ് പ്ലാസയിൽ നടന്നതായാലും ദിലീപ് ഷോയിൽ നടന്ന സംഭവങ്ങളായാലും, അല്ലെങ്കിൽ ദിലീപ് കാരണം അതിജീവിതയ്ക്ക് അവസരങ്ങൾ നഷ്ടമായി എന്ന് പറഞ്ഞതും, ഇതെല്ലാം തന്നെ വെറും ഓറൽ ടെസ്റ്റിമണിയാണ്, സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതായത് അതിജീവിത കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും സത്യമല്ല എന്നാണ് കോടതിയുടെ കണ്ടുപിടുത്തൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർവൈവർക്ക് ഡിസപ്പോയിന്റ്മെന്റിന് വകവരുത്തിയ ഒരു ജഡ്ജ്മെന്റ് ആണ്. ആ ഡിസപ്പോയിന്റ്മെന്റ് കൂടിയാണ് സർവൈവർ ഈ സ്റ്റേറ്റസിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ കുറ്റാരോപിതൽ ഒരാളുടെ കാര്യത്തിലേക്ക് മാത്രം വരുമ്പോൾ ഇതിൽ മറ്റു ചില ഇടപെടലുകൾ, അതായത് ദിലീപിന്റെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് തന്നെ വ്യക്തമാവുകയാണ്. അത് തന്നെയാണല്ലോ അതിജീവിതം ആരോപിക്കുന്നത്. അതെ, എനിക്കൊന്ന് അതിജീവിത സർവൈവർ ആണ് ഇത് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ഇത് ഇപ്പോ എന്താ പറയാ ഇത് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ അപ്പീലിന് തീർച്ചയായിട്ടും പോകുമായിരിക്കും ഹൈക്കോടതി. അതായത് സ്റ്റേറ്റിന്റെ അപ്പീൽ മാത്രമല്ലാതെ അവർ സ്വയം അപ്പീലിന് പോകും എന്നാണ് എനിക്കിപ്പോ ഏകദേശം വ്യക്തമാവുന്നത്. പക്ഷെ ഞാനിത് ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, ഈ ജഡ്ജ്മെന്റിൽ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ നടന്ന ട്രയലിനെ ജഡ്ജ്മെന്റിനെയും ഒരുമിച്ച് കൂടി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ എല്ലാ ചാനലുകളിലും വരുന്ന പല വാർത്തകളുണ്ട്. അതായത് എന്തുകൊണ്ട് മാഡം എന്നൊരാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്ന് കോടതി ചോദിച്ചു, അല്ലെങ്കിൽ അബാദ് പ്ലാസയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് കോടതി പറഞ്ഞു, അല്ലെങ്കിൽ ദിലീപിന് പ്രശ്നമുണ്ടായിരുന്നു അതിജീവിതയോട് പക്ഷെ ശത്രുതയല്ല എന്ന് കോടതി പറഞ്ഞു. ഇങ്ങനെയെല്ലാം കോടതി പറഞ്ഞു, അത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആസ് ജേർണലിസ്റ്റ് നമ്മൾ വീണ്ടും ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ മാഡമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലേ പോലീസ്? അത് നമ്മൾ പോലീസിനോട് ചോദിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ശരി, നമുക്ക് കുറ്റപ്പെടുത്താം. അല്ലെങ്കിൽ അബാദ് പ്ലാസയിൽ എത്ര വിറ്റ്നസ്സുകളാണ് അബാദ് പ്ലാസയിൽ നടന്ന സംഭവം ശരിയല്ല എന്ന് കോടതിയിൽ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ ഭാമ, സിദ്ദിഖ്, ഇവരെ കുറിച്ച് എന്താണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയാം. സിദ്ദിഖിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, സിദ്ദിഖ് ദിലീപിന്റെ സുഹൃത്താണ്. ആ സ്ഥിതിയിൽ സിദ്ദിഖ് ദിലീപിനെതിരെ പോലീസിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും എന്ന് കോടതി വിശ്വസിക്കുന്നില്ല എന്ന്. ഭാമയുടെ കാര്യത്തിൽ കോടതി പറയുന്നത്, ഭാമ സർവൈവറുടെ സുഹൃത്താണ്, അതുകൊണ്ട് എന്തുകൊണ്ട് ഭാമ സർവൈവറുടെ അഗൻസ്റ്റായി കോടതിയിൽ സംസാരിക്കുമെന്ന്. ഈ ലോജിക്കുകളൊക്കെയാണ് ഈ ജഡ്ജ്മെന്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും വായിക്കണം. അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലാകും ഈ ജഡ്ജ്മെന്റ് ശരിയാണോ തെറ്റാണോ. അതൊക്കെ ഓരോരുത്തരും വ്യാഖ്യാനം, അതൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഈ ന്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും ഈ ജഡ്ജ്മെന്റ് എത്രയോ ഭാഗങ്ങൾ
വെറുതെ പിക്ക് ആൻഡ് ചൂസ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം. ഇത് മുഴുവനായിട്ട് വായിക്കേണ്ടതുണ്ട്, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല, പക്ഷേ ഇവിടെ അതേസമയം തന്നെയാണല്ലോ ഈ കോടതി വിധിയിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കോടതി. പൾസർ സുനിയുടെ കത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പ്രോസിക്യൂഷൻ സംശയാസ്പദമന്യേ ഈ തെളിവുകൾ അത് തെളിയിക്കുന്നതിൽ, കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒരു വക്കീലല്ല, അതുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ കോടതി വിധി വായിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഒമിറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബാലചന്ദ്രകുമാറിന്റെ ഭാഗം മാത്രം ഓൾമോസ്റ്റ് 300 പേജാണ് കോടതി അതിന് ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ഡീപ്പായി പഠിക്കേണ്ട കാര്യങ്ങളുടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കോടതി പറയുന്നത്. ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലേക്ക് പോയി എന്നതിന് തെളിവുണ്ട്. എന്നാൽ അയാൾ അത് ഫോട്ടോ എടുക്കുന്നതാണ് ദിലീപിന്റെ വീട്ടിൽ വെച്ച്. ആ ഫോട്ടോ കൃത്യമാണെന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷെ അവിടെ സുനി വന്നതായിട്ട് മറ്റൊരു പ്രൂഫും പ്രോസിക്യൂഷൻ ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അതിന് ഓരോ കാര്യങ്ങളും കോടതി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കോടതിയുടെ ജഡ്ജ്മെന്റിൽ. പക്ഷെ ഞാൻ പറയുന്നത് അത് എത്രയായാലും ഇങ്ങനൊരു അലിഗേഷൻ നിലനിൽക്കെ നമ്മൾ പ്രോസിക്യൂഷന്റെ അടുത്തും ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൊടുക്കാത്ത എവിഡൻസുകളാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. ശരി, ഒരേ ഒരു കാര്യം കൂടി ധന്യ. എന്തായാലും ഈ കോടതി വിധിക്ക് പിന്നാലെ, അതായത് ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, വിമർശനങ്ങൾ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വരികയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു തുറന്ന പോസ്റ്റുമായി അതിജീവിത രംഗത്തെത്തിയിട്ടുള്ളത്. അതിനെ കാണിച്ച ധൈര്യമാർജവും അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇത് എഴുതാൻ തന്നെ അതിജീവിതയ്ക്ക് ഇതിപ്പോ 2-3 ദിവസം പിടിച്ചല്ലോ. അതായത് അവർ വളരെയധികം ആലോചിച്ച് എഴുതിയൊരു കാര്യമായിരിക്കും ഇത്. കോടതിയുടെ അഗൻസ്റ്റ് എഴുതുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ വിപത്തുകൾ എന്താണ് അറിഞ്ഞിട്ടായിരിക്കും അതിജീവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് നെസസറി ആണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവർ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു ഈ അതിജീവിതം മാത്രമാണ് എത്രയോ പ്രാവശ്യം ഒരു ജഡ്ജിനെ മാറ്റാനും ഒരു ഓപ്പൺ ട്രയലിനൊക്കെ നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ എക്സാമ്പിളുകളെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഐ ഫീൽ ദാറ്റ് വാട്ട് ഷീ ഈസ് ഡൺ ഇസ് ദ റൈറ്റ് തിങ്.